സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇന്ന് ഗുരുവിൻ്റെ ദൈവദശകത്തിൽ നിന്നു പൊങ്ങി വരുന്നത് അദ്വൈതത്തിൻ്റെ പാൽക്കടൽ, ആ ദിവ്യാത്മാവ് കടഞ്ഞുയർന്ന അമൃത കലശമാണെന്ന് പണ്ഡിതലോകം നേരത്തെ കണ്ടിട്ടുള്ള സത്യമാണ്. എന്നാൽ മനുഷ്യരും പ്രകൃതിയും ഈശ്വരനും എല്ലാം ഒന്നാണെന്ന തത്വം എല്ലാ അദ്വൈതവാദികൾക്കും രുചിക്കുമെന്ന് തോന്നുന്നില്ല. ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായ ശങ്കരാദ്വൈതത്തിൻ്റെ പക്ഷവാദികൾക്കു പ്രത്യേകിച്ചും. ശങ്കരൻ്റെ അദ്വൈതം ആധ്യാത്മികതയുടെ ഒറ്റപ്പാളത്തിലോടുന്ന തീവണ്ടിയാണ്. ലൗകികതയെ അഥവാ ഭൗതികതയെ തീർത്തും നിഷേധിക്കുന്ന സമീപനത്തിന് മനുഷ്യഗന്ധമില്ലെന്ന് മാത്രമല്ല, ലൗകിക ജീവിതം നയിക്കുന്ന ജനങ്ങളെ ലോകായതന്മാരായി പുച്ഛിച്ചു തള്ളുന്ന ജനവിരുദ്ധ സ്വഭാവമുണ്ടെന്നുള്ളതും തീരാക്കളങ്കമാണ്. വേദം ചൊല്ലിക്കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കിയൊഴിക്കണമെന്ന മനുവിൻ്റെ അനുശാസനത്തിന് കുയുക്തി കൊണ്ട് താത്വികമായി അടിത്തറ ഒരുക്കലായിരുന്നു ശങ്കരൻ ചെയ്തത്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷമായ ശൂദ്രജനതയെ സഞ്ചരിക്കുന്ന ശ്മശാനമെന്ന് വിശേഷിപ്പിച്ച തത്വശാസ്ത്രജ്ഞന് എങ്ങനെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന സിദ്ധാന്തവുമായി പൊരുത്തപ്പെടുവാൻ കഴിയും? ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്വൈതത്തിൽ ആത്മീയതയും ലൗകികതയും തുല്യ ശക്തികളായി പ്രവർത്തിക്കുന്നതാണ് നാം കാണുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ മഹത്വം അഥവാ ഡിഗ്നിറ്റി അനിഷേധ്യമാണ്. അത് നിഷേധിക്കുന്നവൻ സ്വയം നിന്ദിതനാവുകയുള്ളൂ. മനുഷ്യമഹത്വം സാർവലൗകികമാണ്, സർവരാരും ആദരിക്കപ്പെടേണ്ടതുമാണ്. അതിനെ മറ്റൊന്നുമായി വെച്ചുമാറ്റാൻ കഴിയില്ല. സചേതനാചേതനമി പ്രപഞ്ചം മുഴുവൻ ആ മഹത്വത്തിൻ്റെ ജ്യോതിസിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് പരിണമിക്കുന്നു. ഭൂമിക്കും വായുവിനും കല്ലിനും ജലത്തിനും എല്ലാമുണ്ട് മഹത്വം. വസ്തുക്കളുടെ മഹത്വത്തെ നിഷേധിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ തന്നെ മഹത്വം നിഷേധിക്കപ്പെടുകയാണുണ്ടായത്. എല്ലാ ജീവജാലങ്ങളെയും അചേതന വസ്തുക്കളെയും പ്രചോദിപ്പിക്കുന്ന പരമദീപ്തി പ്രപഞ്ചത്തിന് നൽകുന്ന സ്വരൈക്യം ഉജ്ജ്വലവും അനിഷേധ്യവുമായ ഒരു പ്രതിഭാസമാണ്. ആ പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യൻ പ്രകൃതി വസ്തുക്കൾക്കെതിരാകുമ്പോൾ അവൻ സ്വയം നാശത്തിലേക്കു നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് തെളിയുന്ന സത്യം വസ്തുക്കളുടെ സാമ്രാജ്യത്തിൽ ഓരോന്നിനും മൂല്യമോ മഹത്വമോ ഉണ്ടെന്നുള്ളതാണ്. മൂല്യമുള്ളതിനെ പകരം വെച്ചു മാറാം, എന്നാൽ മഹത്വമുള്ളതിനെ അങ്ങനെ ചെയ്യാനാവില്ല. കാരണം മഹത്വമുള്ളതിന് തുല്യമായി അത് മാത്രമേയുള്ളൂ. ജീവൻ്റെ മഹത്വത്തിന് സമാനമായി മറ്റൊന്നില്ലാത്തതുകൊണ്ട് അതിനെ നിഷേധിക്കുക എന്നാൽ മരണം തന്നെയാണ്. ആധുനിക യുഗത്തിലെ മനുഷ്യമഹത്വത്തിൻ്റെ പ്രവാചകനായി നാരായണ ഗുരു ഗണിക്കപ്പെടുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ സാർവലൗകിക പ്രേമമാണെന്ന് പറയേണ്ടതുണ്ട്. അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സുവപുസ്സും ധന്യത്വമുടങ്ങാത്മതപസ്സും ബലി ചെയ്ത യോഗിവര്യന് സ്വന്തം മോക്ഷത്തേക്കാൾ വലുത് സഹജീവികളുടെ മോചനമായിരുന്നു. ജീവൻ മുക്താവസ്ഥ പ്രാപിച്ച ദശയിൽ പോലും മോക്ഷപ്രാപ്തിക്കു ശ്രമിക്കാതെ ജനസേവനം ലക്ഷ്യമാക്കി സമൂഹത്തിലേക്കു തിരിച്ചു വന്ന വ്യക്തിത്വമായിരുന്നു നാരായണ ഗുരുവിൻ്റേത്. തൻ്റെ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പരമൻ ചിൽസുഖം തന്നിടേണം എന്നു പറഞ്ഞു നിർത്തി പെട്ടെന്ന് എന്തോ വെളിപാടുണ്ടായ പോലെ പൗർവാപര്യം പരിഗണിക്കാതെ ഗുരു തൻ്റെ ജീവിത ലക്ഷ്യം വെളിപ്പെടുത്തുന്നതു ശ്രദ്ധിക്കുക. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടേ കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്കുത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോ.
മോക്ഷപ്രാപ്തി മാറ്റിവെച്ച് സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിവരുന്ന വരവുണ്ടല്ലോ, അതാണ് വിശ്വമാനവൻ്റെ അകമ്പടിയില്ലാത്ത എഴുന്നള്ളത്ത്. സർവസംഘ പരിത്യാഗിയായ സന്യാസി വര്യൻ മനുഷ്യസ്നേഹത്തിൻ്റെ ദേവനായി മാറുന്ന കാഴ്ച അപാരസുന്ദരമായ ഒരു പരിവർത്തന കാലഘട്ടത്തിന് കേരളത്തിൽ നാന്ദി കുറിച്ച രംഗമാണത്. ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞു. വ്യക്തിയെയും സമഷ്ടിയെയും ജീവാത്മാവിനെയും പരമാത്മാവിനെയും ആധ്യാത്മികതയെയും ഭൗതികതയെയും മനുഷ്യനെയും സഹജീവികളെയും സംബന്ധിക്കുന്ന ഒട്ടനവധി തത്വങ്ങളും കാര്യങ്ങളും ഗുരു അനുശാസന രൂപത്തിലും അല്ലാതെയും അരുളിയിട്ടുണ്ട്. ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടില്ലാത്തവയും പറയപ്പെട്ടിട്ടുള്ളവ പുതിയ അർത്ഥതലങ്ങളോടുകൂടിയും ആയ 2 തരം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗുരുവിൻ്റെ പ്രബോധനങ്ങൾക്ക് മൊത്തത്തിൽ ഗുരുധർമ്മമെന്ന അഭിധേയമാണ് പലരും കൽപ്പിച്ചിട്ടുള്ളത്. ഗുരുധർമ്മപദം കൊണ്ടുദ്ദേശിച്ചിട്ടുള്ളത് സഖണ്ഡാഖണ്ഡ ധർമ്മങ്ങൾ എന്ന സാങ്കേതിക തരംതിരിവോടുകൂടിയ ധരിക്കുക എന്ന സ്വഭാവമുള്ള ഏതോ അതാണ് ധർമ്മമെന്ന അർത്ഥത്തിലല്ല. ശ്രീനാരായണ ധർമ്മത്തിന് ലക്ഷ്യമൊന്നേയുള്ളൂ, ജനങ്ങളുടെ സുഖപദപ്രാപ്തി. അതിന് ആധ്യാത്മികവും ലൗകികവുമായ 2 സാധകങ്ങളും ഒന്നിപ്പിക്കേണ്ടതുണ്ട്. ഇക്കാര്യമാണ് ഗുരു ശിവഗിരിയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ നൽകിയ സന്ദേശത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞിരിക്കുന്നത്. ലൗകികവും ആത്മീയവും രണ്ടും രണ്ടല്ല. അവ രണ്ടും വാസ്തവത്തിൽ ഒരേ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു. ശരീരത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഒത്തുള്ള പ്രവൃത്തിയാൽ ശരീരം സുഖം അനുഭവിക്കുന്നു. അതുപോലെ മനുഷ്യ സമുദായത്തിൻ്റെ പരമലക്ഷ്യമായ സുഖപദത്തെ പ്രാപിക്കുവാൻ ആത്മീയവും ലൗകികമായുമുള്ള സർവ്വവിധ ഏർപ്പാടുകളുടെയും ഏകോപിച്ചുള്ള പ്രവൃത്തി ആവശ്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മോക്ഷപ്രാപ്തിക്ക് ആത്മീയത മാത്രം പോരാ, ലൗകികതയും കൂടിയേ തീരൂ. അവ 2 പാളങ്ങളിലൂടെയും പ്രതിതുലനം ചെയ്ത് ചരിക്കുന്ന മഹായാനമാണ് ധർമ്മമെന്നാണ്. ഹൈന്ദവ ചിന്തയിൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണല്ലോ പുരുഷാർത്ഥങ്ങളായി പറയപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ധർമ്മവും അർത്ഥവും സാധനയാണ്. കാമവും മോക്ഷവും സിദ്ധവും കാമപൂർത്തിക്കു വേണ്ടിയാണ് അർത്ഥം. ധർമ്മം മോക്ഷപ്രാപ്തിക്കു വേണ്ടിയും. ശ്രേയസ്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ലൗകികർ നശ്വരസുഖത്തെ കാമത്തെ മാത്രം അംഗീകരിക്കുന്നവരാണ്. മോക്ഷത്തെ നിസാരമാക്കി തള്ളി അതിനെ ജീവിത ലക്ഷ്യമായി അംഗീകരിക്കാത്ത ഇവരെയാണ് ഭാരതീയ ആചാര്യന്മാർ അസുരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. മോക്ഷമെന്ന പദത്തിൽ 3 ആശയങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മോക്ഷം സ്വാതന്ത്ര്യമാണ്, മോക്ഷം പരമപദപ്രാപ്തിയാണ്, മോക്ഷം പൂർണ്ണതയാണ്. ശ്രീനാരായണ ഗുരു ഈ പാരമ്പര്യ ചിന്തയെ നിരാകരിക്കുകയല്ല, അതിനെ സബ്ലിമേറ്റ് ചെയ്യുകയാണുണ്ടായത്.